കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ അയച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളം മുഴുവനും മദ്യപാനം കൊണ്ടും മയക്കുമരുന്നിന്റെ അടിമത്തത്തില് കേരളം മുന്നോട്ട് പോകുമ്പോൾ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, പാപജീവിതത്തിനെതിരെ, മനുഷ്യന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൂടെ കടന്നു വന്നേക്കുന്നത്. ദേശം മുഴുവനും ഒത്തിരി അക്രമം കൊണ്ടും അത് ഇതുങ്ങളായ അനീതി കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ, മനുഷ്യ ജീവിതം വളരെ അസ്വസ്ഥമായിരിക്കുമ്പോൾ, മദ്യപാനം എല്ലാം വർദ്ധിച്ച് മയക്കുമരുന്നിന്റെ അടിമകളായി അനേകര് തീരുമ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലും ഞങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ തരുവാനായിട്ട് ഗവൺമെന്റും ഒട്ടനവധി കർമാദികളെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ അതിൽ നിന്നൊക്കെ വിടുവിക്കുവാനായിട്ട് സാധ്യമാക്കി തീർക്കുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഈ യേശുവിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളെ മൂടിയിരിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ പലവിധ ശാപത്തില്, പാപത്തില്, മദ്യപാനത്തില് ഈ ലോകത്തിന്റെ പിടിയിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ അത് നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ജീവനുള്ള ദൈവമുണ്ട്. ദൈവം മനുഷ്യന്റെ നിർമ്മിതമായ ഒന്നല്ല. എന്നെയും താങ്കളെയും നിർമ്മിച്ച ഒരു ദൈവം, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം, ഈ കടലിനെ നിർമ്മിച്ച ദൈവം, ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഈ മരങ്ങളെല്ലാം നിർമ്മിച്ച ഒരു നിർമ്മിതാവായ ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ വിളിക്കുമ്പോൾ, ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിനും പരിഹാരം വരുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നത് പാപം അത്രയെന്ന് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് എവിടെ നോക്കിയാലും പാപത്തിന്റെ പ്രവർത്തികൾ വർദ്ധിച്ചു വരികയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള നാമം ഈശോയുടെ നാമം മാത്രമാണ്. നീ എത്ര വലിയ കഠിനമേറിയ രോഗിയെങ്കിലും, കഠിനമേറിയ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയെങ്കിലും യേശുവിനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. കാരണം യേശു അതിന് പകരമായി, താങ്കൾക്ക് പകരമായി, എനിക്ക് പകരമായി, എന്റെ പാപത്തിന് പകരമായി, താങ്കളുടെ പാപത്തിന് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്ന് ഈ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, വേദനകൾ എന്തുമാകട്ടെ, നിങ്ങളെ മൂടിയിരിക്കുന്ന പ്രശ്നം എന്തുമാകട്ടെ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ സൗജന്യമായി പാപമോചനവും നിത്യജീവനും യേശു നമുക്ക് ഒരുക്കി തരികയാണ്. ഇന്ന് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കാതെ, കുലം നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം, അത് കർത്താവായ യേശുവാണ്. ആ യേശു പാപങ്ങളുടെ പരിഹാരം വരുത്തിയ ശേഷം മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗാരോഹണം ചെയ്തു. ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ലോകത്തുള്ള